പാർലമെന്റ് DGP ഓഫീസ് മാർച്ചിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ശശി തരൂർ അടക്കമുള്ളവരും പ്രതികളാണ്. കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി PR പ്രവീണ ചേരുന്നുണ്ട്. പ്രവീണ, പൊട്ടലും ചീറ്റലും സംഘർഷവുമായി അവസാനിച്ച ഒരു മാർച്ച്, അതിൽ പോലീസിന്റെ അതിക്രമമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ അത് കേസുമാവുന്നു. റോഷ്നി, രാവിലെ തലസ്ഥാനം ഒരു യുദ്ധക്കളമായി മാറിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കേസുകൾ വരുന്നത്. ഇപ്പോൾ വൈകുന്നേരം രജിസ്റ്റർ ചെയ്ത കേസ് അനുസരിച്ച്, മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അനുസരിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് കേസിലെ ഒന്നാം പ്രതി. ശശി തരൂർ, രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൽ പ്രതികളായിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനും അതുപോലെ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്തിയതിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതും വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങും. കാരണം KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും അടക്കമുള്ള നേതാക്കൾ വേദിയിൽ ഇരിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ജലപീരങ്കി പ്രയോഗവും ഗ്രനേഡ് ആക്രമണവും അതുപോലെ തന്നെ കണ്ണീർ വാതക പ്രയോഗവും ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിലാണ് നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും, മന്ത്രിമാരടക്കം എല്ലാവരും പറഞ്ഞത് ഈ കലാപത്തിന് ആഹ്വാനം ചെയ്തത് KPCC അധ്യക്ഷനും പ്രതിപക്ഷ ചേർന്നാണ് എന്നുള്ളതായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് പോലീസ് കേസ് എന്നുള്ളതാണ് ഇപ്പോൾ KPCCയുടെ വിശദീകരണം. ശരി, PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകി.